പടച്ചോൻ്റെ ദുനിയാവിൽ പച്ചവെള്ളത്തിന് എക്സ്പയറി ഡേറ്റ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ പച്ചവെള്ളത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. പിന്നെ ഈ ബോട്ടിലുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഡേറ്റ് ആ ബോട്ടിലിൻ്റെ എക്സ്പയറിയാണ്. അതായത് കുറച്ച് നാളുകൾ നമ്മൾ ഈ വെള്ളം ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ആ ബോട്ടിലും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം, അതായത് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ വെള്ളം സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് എത്ര നാൾ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. സാധാരണയായിട്ട് 6 മാസമാണ് കമ്പനികൾ ഇതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു കാലാവധി. എന്നാൽ ഇതേ സാധനം, ഇതേ വെള്ളത്തിനെ സൂര്യപ്രകാശമോ അല്ലെങ്കിൽ ചൂടോ ഇതിലേക്ക് ഏൽക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ എക്സ്പയറി ഡേറ്റും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വെള്ളം നമുക്ക് ദോഷമാണ്. എന്നിട്ട് നമ്മൾ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും ഇതേ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടിപ്പോകുന്നില്ല, പക്ഷേ ഇഞ്ചിഞ്ചായിട്ട് തട്ടിപ്പോവും. നമ്മൾ സിമ്പിളായിട്ട് പറയാം, ഇത് കുറച്ച് നാളുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമ്മളുടെ ബ്ലഡിൽ കലർന്നിട്ട് നമ്മളുടെ ലിവറിനും അതുപോലെ ഹോർമോണിൻ്റെ ബാലൻസിങ്ങിനും ഡാമേജ് വരുത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ മാരക വേർഷൻ എന്ന് പറയുന്നത് ഇത് മൈക്രോ പ്ലാസ്റ്റിക് നമ്മളുടെ കോശങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് നോർമൽ കോശങ്ങളിനെ ക്യാൻസർ സെല്ലാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് ശുദ്ധമാണോ എന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷിതമാണോ എന്നും കൂടി നമ്മൾ ഉറപ്പുവരുത്തുക. കഴിയുമെങ്കിൽ സ്റ്റീൽ ബോട്ടിൽ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിനേക്കാൾ പരിതാപകരമായ ചില സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതായത് ചില കുട്ടികളും അല്ലെങ്കിൽ കുറച്ച് അമ്മാമ്മമാരും ഇതേ ബോട്ടിലിനെ വാഷ് ചെയ്ത് അവർ വീണ്ടും വെള്ളം കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഇതിൻ്റെ ലേബലിൽ തന്നെ എഴുതിയിട്ടുണ്ട്, സ്റ്റോർ ഇൻ എ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ്, കീപ്പ് എവേ ഫ്രം ഡയറക്റ്റ് സൺലൈറ്റ്. അതോടൊപ്പം ക്രഷ് ദ ബോട്ടിൽ ആഫ്റ്റർ യൂസ് എന്ന് കൂടി അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ പലരും അത് വായിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പണ്ടെങ്ങോ കേട്ടുകൊണ്ടിരുന്നൊരു അസുഖം ഇന്ന് നമുക്കറിയുന്ന അല്ലെങ്കിൽ നമുക്കിടയിൽ ആർക്കൊക്കെയോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാത്രമാണ്. ഒരാളെങ്കിലും ഇത് കേട്ട് നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്മ എനിക്കും കൂടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്